പേർഷ്യൻ ഗൾഫിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളെ സുരക്ഷിതമായി പുറത്തെത്തിക്കാൻ നീക്കം തുടങ്ങുന്നു. കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന അകമ്പടി നൽകും. 2 ദിവസങ്ങൾക്കകം കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട്. കുടുങ്ങിക്കിടക്കുന്ന എണ്ണ കപ്പലുകളിൽ 10% ഇന്ത്യൻ പതാക വഹിക്കുന്നവയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അച്യുതൻ. ഈ പേർഷ്യൻ കടലിടുക്കുകളിൽ നിരവധി കപ്പലുകളാണ്, ചരക്ക് കപ്പലുകളാണ് കുടുങ്ങിക്കിടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന്. ഇതിൽ ഇന്ത്യയുടെ തന്നെ ഏതാണ്ട് 36 കപ്പലുകൾ ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള കണക്കുകൾ. അതായത് ഇന്ത്യൻ പതാക വഹിച്ച കപ്പലുകൾ. ഈ കപ്പലുകളെ തിരികെ എത്തിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനായി നാവികസേനയുടെ കപ്പലുകൾ വിന്യസിച്ചുകൊണ്ട് അത് നാവികസേന കപ്പലുകളുടെ അകമ്പടിയോടുകൂടി തന്നെ ഈ കപ്പലുകളെ തിരികെ കൊണ്ടുവരാനാണ് ഇപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളാണ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സാധ്യതകളിലേക്ക് കടന്നുകൊണ്ട് അതിലേതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ തെളിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കപ്പലുകളെ നാവികസേന കപ്പലുകൾ അകമ്പടി സേവിച്ചുകൊണ്ടായിരിക്കും രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരിക. പൊതുവെ ഈ മേഖലയിലാകെ ഒരു സംഘർഷ സാധ്യത അത് പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെയാണ് നാവികസേനയുടെ കപ്പലുകളെ സുരക്ഷയ്ക്കായി വിന്യസിക്കാൻ കൂടി ഒരുങ്ങുന്നത്. എന്നാൽ ആ കാര്യം പരിശോധിച്ചു വരികയാണ്. ഈ 36 കപ്പലുകളിൽ ഏതാണ്ട് 12ഓളം കപ്പലുകൾ അത് ഒമാൻ കടലിടുക്കിലും ബാക്കി 24 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലായിട്ടാണ് കുടുങ്ങിക്കിടക്കുന്നത്. ഇതിൽ 1000-ലധികം വരുന്ന ഇന്ത്യൻ നാവികർ ഉണ്ട് എന്നുള്ളൊരു കണക്ക് കൂടിയുണ്ട്. മാത്രമല്ല മൊത്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിലെ ഏതാണ്ട് 20,000-ലധികം നാവികരാണുള്ളത്. അതിൽ ഇന്ത്യൻ നാവികരായിട്ട് 1000-ലധികം പേരാണുള്ളത്. അപ്പോൾ ഈ ഇന്ത്യയുടെ കപ്പലുകളെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ തന്നെ ഒരു തീരുമാനമുണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.